അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 14-ാം തിരുവചനമാണ് ഇന്ന് നമുക്ക് ധ്യാന വിഷയമായി കിട്ടിയിരിക്കുന്നത്. അത്യുന്നതനും മഹോന്നതനും പരിശുദ്ധനുമായ ദൈവത്തിന് വന്നു പിറക്കുവാൻ കൃപ നിറഞ്ഞ ഒരമ്മയുടെ ഉദരമാണ് ദൈവം തിരഞ്ഞെടുത്തത്. കൃപ നിറയുന്നിടത്ത് വിശുദ്ധി പിറവിയെടുക്കും. വിശുദ്ധി പിറവിയെടുക്കുന്ന ഇടങ്ങളിൽ അത്ഭുതങ്ങൾ ദർശിക്കാൻ കഴിയും. അതിനാൽ കൃപയിൽ ജീവിക്കുവാൻ ഓരോ വിശുദ്ധ ബലിക്ക് മുൻപ് ഒരുങ്ങി എൻ്റെ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും മനോഭാവത്തിൻ്റെയും വിശുദ്ധിയെ ഓരോ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കണം. കാരണം അമ്മയുടെ ഉദരത്തിൽ പിറവിയെടുത്ത അതേ ദൈവമാണ് ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിലൂടെ എൻ്റെ ഉള്ളിൽ എഴുന്നള്ളി വരുന്നത്. അതുകൊണ്ട് ആത്മശരീര വിശുദ്ധിയെക്കുറിച്ച് ചിന്തിക്കുവാനും അതിനെ ആത്മശോധന ചെയ്ത് വിശുദ്ധ കുർബാനയ്ക്ക് ഒരുങ്ങുവാനും ഈ തിരുവചനം നമ്മെ സഹായിക്കട്ടെ. അതോടൊപ്പം ഈ കൃപ ലഭിച്ചവർക്ക് യഥാർത്ഥമായ ഹൃദയ സമാധാനം ലഭിക്കുകയുള്ളൂ എന്ന് വചനം പറയുന്നു. ഈ സമാധാനം ലോകം തരുന്ന സമാധാനം പോലെയല്ല. ലോകം തരുന്ന സമാധാനവും ദൈവം തരുന്ന സമാധാനവും തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ലോകം തരുന്ന സമാധാനം, സന്തോഷം, അത് ശാശ്വതമല്ല, അത് നൈമിഷികമാണ്. നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാം. ഞാൻ ഇന്ന് അനുഭവിക്കുന്ന സമാധാനം ദൈവത്തിൽ നിന്നുള്ളതാണോ ലോകത്തിൽ നിന്നുള്ളതാണോ എന്ന്. എന്നെ ദ്രോഹിച്ചവരോട്, കുറ്റപ്പെടുത്തിയവരോട്, തെറ്റിദ്ധരിച്ചവരോട് സ്വാഭാവികമായി എനിക്ക് തോന്നുന്ന പ്രതികാരം, പക, ഇവയൊക്കെ ഞാൻ ചെയ്യുമ്പോൾ, അവർക്കെതിരായി തിന്മ മെനയുമ്പോൾ ഒരു തരത്തിൽ ഒരു സമാധാനം എനിക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അതാണ് ലോകം തരുന്ന സമാധാനം. അതിൽ ഞാൻ സംതൃപ്തി കാണരുത്. കാരണം തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുമ്പോൾ എനിക്ക് ലഭിക്കുന്ന സുഖം ലോകം തരുന്ന, സാത്താൻ തരുന്ന സുഖവും സന്തോഷവുമാണ്. ഇത് എന്ന് ഞാൻ തിരിച്ചറിയുന്നുവോ ആ നിമിഷം കൃപയുടെ നീർച്ചാൽ എന്നിലേക്ക് ഒഴുകാൻ തുടങ്ങും. എന്നെ ദ്രോഹിച്ചവരോട് ക്ഷമിക്കുമ്പോൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അവരെ അനുഗ്രഹിക്കുമ്പോൾ, സ്നേഹിക്കുമ്പോൾ, തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുമ്പോൾ ഞാൻ കൃപയുടെ തണലിലാണ്, വഴിയിലാണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ എന്നിൽ നിറയുന്ന സമാധാനവും ആനന്ദവും അത് പരിശുദ്ധാത്മാവ് നൽകുന്നതാണ്. ഈ സമാധാനവും ആനന്ദവും എന്നിൽ നിന്ന് എടുത്തു കളയാൻ ഈ ലോകത്തിനും മറ്റാർക്കും സാധിക്കുകയില്ല. എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളും സഹനങ്ങളും ഉണ്ടായാലും കൃപ വഴി എനിക്ക് ലഭിച്ച സമാധാനത്തിന് മങ്ങലേൽക്കില്ല. അത് നിലനിൽക്കും. സഹനങ്ങൾക്ക് നടുവിലും ഒരു ശാന്തത, ഒരു ആനന്ദം, ഒരു പീസ് ഓഫ് മൈൻഡ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ അനുഭവിക്കും. ദൈവമേ, ബലഹീനരായ ഞങ്ങൾക്ക് നിന്റെ കൃപയിൽ ജീവിക്കാനുള്ള ബലം നൽകണമേ. അനുരഞ്ജന കുദാശയിലൂടെ, ഹൃദയവിശുദ്ധിയോടെ ക്രിസ്മസിനായി, ദിവ്യബലിക്കായി ഏറ്റവും അടുത്ത ഒരുക്കം നടത്തി വിശുദ്ധമായ ഒരു ഹൃദയം ഈശോയ്ക്ക് പിറക്കാൻ നമുക്ക് ഒരുക്കാം. കൃപയും സമാധാനവും എന്നും അനുഭവിക്കുവാൻ ഏവർക്കും സാധിക്കട്ടെ. ആമേൻ. മെറി ക്രിസ്മസ് ടു ഓൾ.